കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പുതിയ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. കേവലം രണ്ട് മുന്നണികൾ മാത്രമുണ്ടായിരുന്ന കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഒരു മൂന്നാം മുന്നണി ശക്തമായി തന്നെ ചുവടുറപ്പിച്ചു കഴിഞ്ഞു. അത് NDA ആണ്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ BJP സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബുവാണ്. നമസ്കാരം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു. വളരെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്താനുള്ളൂ. പഴയ ചിത്രമൊക്കെ നമ്മുടെ മാറി. കേരള രാഷ്ട്രീയത്തിൻ്റെ BJP ശക്തമായിട്ടുള്ള ഒരു മുന്നണിയായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് വളർന്നു കഴിഞ്ഞു. BJPയുടെ പ്രചരണ പരിപാടികൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആവേശം ജനങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട്. എങ്ങനെ പോകുന്നു പരിപാടികളൊക്കെ? പരിപാടികൾ കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ചിത്രം മാറിയിട്ട് ഏകദേശം 11.5 വർഷത്തോളമായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ശൈലി തന്നെ മാറിയില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പ്രചരണങ്ങൾ ഗംഭീരമായി പോകുന്നു. കേരളത്തിൽ രാഷ്ട്രീയത്തിൽ സർക്കാരിൻ്റെ പരാജയം പരിപൂർണമായിട്ട് ജനങ്ങളിൽ പ്രതിഫലിക്കും. അത് പൊളിറ്റിക്സ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണ്ടത്തെ പോലെയല്ലെന്നേ. അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ ദിവസം നടക്കുന്ന വിഷയങ്ങൾ, ആ വിഷയത്തിൽ അധികാരിവർഗം എങ്ങനെ ഇടപെടുന്നു, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ഇടപെടുന്നു, പബ്ലിക്, രാഷ്ട്രീയമൊന്നുമില്ലാത്ത പബ്ലിക് എങ്ങനെ ഇടപെടുന്നു എന്ന് പറയപ്പെടുന്നതിൽ അവർ കൃത്യമായിട്ട് ബോധവാന്മാരാണ്. അപ്പോൾ ആ പ്രചരണം അവരിലേക്ക് എത്തി എന്നുള്ളതാണ് വിശ്വാസം. അവരതിനെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ടാകാം. 11-ാം തീയതി എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനമൊക്കെ ജനം എടുത്തു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടി അവരിലേക്ക് എത്തിക്കുക എന്ന് പറയപ്പെടുന്നൊരു കർമ്മം മാത്രമാണ് ഉള്ളത്. ജനങ്ങളെന്തായാലും തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, ഇതിന് കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ BJPനെ സംബന്ധിച്ച് എത്രത്തോളം പ്രസക്തമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്? ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങ് പറഞ്ഞതിലൊരു തെറ്റുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ ജില്ലാ കൗൺസിലിലേക്കും വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ പിരിച്ചുവിട്ടിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ സമയത്ത് പരാജയപ്പെട്ട ചരിത്രം കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയല്ല. നിയമസഭയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയം വേറെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയം വേറെയാണ്. ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയം വേറെ. ഇപ്പം ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ വിദേശ നയത്തെക്കുറിച്ച് വെങ്കടങ്ങ് പഞ്ചായത്തിലേക്ക് നടക്കുന്ന മത്സരത്തിൽ എനിക്ക് പറഞ്ഞാൽ എനിക്കതൊരു പ്രസംഗത്തിൽ പറയാം. പക്ഷെ ജനങ്ങളുടെ ഡയറക്റ്റ് ബാധിക്കുന്ന ഇഷ്യൂവിൻ്റെ അടുത്ത് നമുക്ക് ആ വിഷയത്തിനേക്കാൾ ഉപരി ഈ വിഷയം പറയണം. അത് ഒരു നാഷണൽ പൊളിറ്റിക്സും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് നടക്കുന്ന പൊളിറ്റിക്സും വ്യത്യാസമുണ്ട്. അത് നമുക്ക് തുലനം ചെയ്യാൻ സാധ്യമാവില്ല. അത് ജനങ്ങളത് കൃത്യമായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത്. അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എടുക്കുന്ന ഡിസിഷൻ അല്ലല്ലോ നിയമസഭയിലേക്ക് എടുക്കുന്നത്. ആ ഡിസിഷനല്ല അവർ ലോക്സഭയിൽ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ചരിത്രങ്ങൾ മാറ്റി എഴുതാനുള്ളതാണ്. ആ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആ മാറ്റിയെഴുത്തുണ്ടാവണം. അതുകൊണ്ട് ആ മാറ്റിയെഴുത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ആ വർക്ക് മൊത്തം കേരളത്തിൽ, അത് തിരുവനന്തപുരം മുതലുള്ള കാസർഗോഡ് വരെയുള്ള ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾ ആ മാറ്റിയെഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം മാറാത്തത് ഇനി മാറുമെന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തിനൊപ്പം തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾക്ക് വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യാം. കാലങ്ങൾ മാറി, ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് തൊഴിലില്ലായ്മ എന്ന് പറയപ്പെടുന്നത് പരിഹരിക്കണമെങ്കിൽ തൊഴിൽ കിട്ടിയേ തീരൂ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേ തീരും. ഞങ്ങൾ വികസനത്തിനാണ് വോട്ട് ചോദിക്കുന്നത്, വ്യക്തി എന്നുള്ള രീതിയിലല്ല. ഡെവലപ്മെൻറ്റിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. ആ രാഷ്ട്രീയ ശൈലിയിലേക്ക് എല്ലാവരും വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിനാണ് നേരിടുന്നത് ജനങ്ങൾ. അപ്പോൾ ജനങ്ങൾ എപ്പോഴും പരിശോധിക്കുന്നത് പൂർവ്വകാലങ്ങളിൽ ഇവരാരൊക്കെ ജനപ്രതിനിധികൾ എങ്ങനെയൊക്കെ പെരുമാറി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വികസനം കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ തുടരുന്ന സംസ്ഥാന ഭരണം അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അത് എത്രത്തോളം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അത് പ്രതിഫലിക്കും? സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വികസനം എന്നൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയുന്നുണ്ട്. ഞാനൊരു സാധാരണക്കാരൻ്റെ വ്യൂവിലാണ്. അപ്പോൾ നിങ്ങളൊരു വോട്ടർ, ആ വോട്ടറുടെ കണ്ണിൽ രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഞാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ എന്താണ്? പണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ വരിക, ആൾ കൂടുക, പ്രസംഗങ്ങൾ നടത്തുക, അതിനൊക്കെ ഭയങ്കര ലഹറുണ്ടായിരുന്നു. ഇന്നൊരു നിസ്സംഗമായ മനോഭാവമാണ്. പ്രത്യേകിച്ച് 40കളുടെ താഴെയുള്ള ആളുകൾ, യൂത്തുകൾ എന്ന് പറയപ്പെടും. 40കാരും മോശക്കാരെന്നല്ല, പക്ഷേ യുവാക്കൾ, പ്രത്യേകിച്ച് 19 മുതൽ 25 വരെയുള്ള യുവാക്കളെ സംബന്ധിച്ചെടുത്ത് തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നു എന്ന് പറയുന്ന പ്രക്രിയ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ നടന്നോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അടങ്ങുന്ന
ഭരിച്ചവരും പ്രതിപക്ഷത്തിരുന്നവരൊക്കെ കൂടി കൈകാര്യം ചെയ്ത രാഷ്ട്രീയത്തിൻ്റെ ശൈലിയുടെ മാറ്റമാണ്. ഇന്നത്തെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ആ മനസ്സിലാക്കുന്ന അവർ ഇന്ന് കേരളത്തിൽ നിന്ന് എന്താ ചെയ്യണേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ ഒരു എയർപോർട്ടിൽ ഒരു ദിവസം പോകണം. അത് കൊച്ചി എയർപോർട്ടിലായിക്കോട്ടെ, നെടുമ്പാശ്ശേരിയിലായിക്കോട്ടെ, തിരുവനന്തപുരത്തായിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, കണ്ണൂരായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഒരു എയർപോർട്ടിൽ പോകുന്ന സമയത്ത് എത്ര പേരാണെന്ന് അറിയുമോ വിദേശത്തേക്ക് പോകുന്നത് പഠിക്കാൻ, ജോലിക്ക്? ഇവിടെ സേഫ് അല്ലെന്ന്, ഉന്നത വിദ്യാഭ്യാസ മേഖല സേഫ് അല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ UK, അയർലൻഡ്, US, പോളണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ചെറുപ്പം മുഴുവൻ നമ്മുടെ നാടിന് ഉപയോഗിക്കേണ്ട തലച്ചോറുകളെ കയറ്റി അയക്കാനല്ലല്ലോ സർക്കാരുകൾ ശ്രമിക്കേണ്ടത്. പകരം അവർ ഇവിടെ നിർത്തി അവരെ ഉപയോഗിച്ച് അവരുടെ തലച്ചോറിനെ നമ്മുടെ നാട്ടിലേക്ക് എത്രത്തോളം ഉപകാരപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും, അങ്ങനെ നമ്മുടെ ഡെവലപ്മെൻറ്റ് നടത്താൻ സാധിക്കും. അതിലൂടെ അവരും രക്ഷപ്പെടണം, നാടും രക്ഷപ്പെടണം, എല്ലാവരും രക്ഷപ്പെടുന്ന വലിയ കാഴ്ചപ്പാടുള്ള വ്യക്തി ലീഡർഷിപ്പിൽ വന്നെങ്കിൽ മാത്രമാണ് ആ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതിനൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവേണ്ട ഭരണ സംവിധാനവും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇരിക്കുന്നത്. മോദി സർക്കാർ അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആദ്യം പ്രഖ്യാപിച്ചത്, ഡിജിറ്റൽ ഇന്ത്യ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് സ്റ്റാൻഡ് ബൈ മിത്ര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചത് ആ അടിസ്ഥാനത്തിലാണ്. MSMEയിലൂടെ അദ്ദേഹം ചെറുകിട തൊഴിൽ വ്യവസായങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുണ്ടാക്കിയതിനാണ്. അതിന് സാമ്പത്തിക സഹായം വേണ്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ മുദ്രാ ബാങ്ക് ലോൺ ചെറുപ്പക്കാർക്ക് സഹായിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കുന്നൊരു സ്റ്റൈലുണ്ട്. ഞാനതിനകത്ത് രാഷ്ട്രീയം പറയില്ല. ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ പറയാം ഞങ്ങൾ അത് തന്നില്ലേ, ഞങ്ങൾ ഇത് തന്നില്ലേ. അത് തെറ്റാണെന്ന്. ഞങ്ങൾ തരുന്നതെന്ന് പറയപ്പെടുന്ന ഔദാര്യമല്ലല്ലോ. നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വളർന്ന ആൾ, നമ്മളത് തരുന്നത് ഒരു കാരണവശാലും ഒരു പാർട്ടിയുടെ ഔദാര്യമല്ല, അത് നിങ്ങളുടെ അവകാശമാണ്. ആ അവകാശം ഇന്നതൊക്കെയുണ്ട് എൻ്റെ പൗരന്. ആ അവകാശം കൃത്യമായി പഠിച്ച് അവൻ ആവശ്യമുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അവിടെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഡ്യൂട്ടി ആയിട്ടാണ് കാണുന്നത്. ഡ്യൂട്ടിയുമാണ്, അത് കൃത്യമായിട്ട് നടപ്പിലാക്കുമ്പോഴാണല്ലോ. എനിക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ ഡ്യൂട്ടിയുണ്ട്. ഞാൻ കിടന്നുറങ്ങിയാലോ? ഇംപ്ലിമെൻറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്, ബഹുമാനായിട്ടുള്ള മോദി സർക്കാരിന് അദ്ദേഹം ലീഡർഷിപ്പിലിരിക്കുമ്പോൾ അത് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ നേർചിത്രങ്ങൾ നിങ്ങൾ 11 വർഷം എടുത്ത് നോക്കിയാൽ അറിയാം. ആ 11 വർഷത്തെ ആ ഡെവലപ്മെൻറ്റ് അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതെങ്ങനെ ചർച്ചയാവണം? ഞങ്ങൾക്ക് പറയാമല്ലോ, 35 കിലോ അരി, 35 കിലോ അരി ഞങ്ങൾ സമൂഹത്തിൻ്റെ അവകാശം ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്നേ. അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹാൻഡ്ലിംഗ് ചാർജ് ചെയ്യുന്ന ആളുകൾ അത് വീഴ്ച വരുത്തിയിരിക്കുക സർക്കാർ, സംസ്ഥാന സർക്കാർ. അത് അന്നത്തിൻ്റെ വിഷയത്തിൽ. വെള്ളത്തിൻ്റെ വിഷയത്തിലോ ജലജീവൻ പദ്ധതി ഞങ്ങൾ കൃത്യമായി കൊണ്ടുവന്നില്ലേ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നല്ല പെട്ടി, അയിമ പൈപ്പ്, അയിമ ടാപ്പ്, അതിൻ്റെ കുടം തുറന്നാൽ കാറ്റല്ലേ വരുന്നുള്ളൂ. നമ്മൾ പറയുമ്പോൾ ഒരു തമാശ രീതിയിൽ പറയും, പക്ഷെ ഇത് യാഥാർത്ഥ്യമാണെന്ന്. വെങ്കിടങ്ങിൽ വെള്ളം ഈ കാണണമൊക്കെ വെള്ളമല്ലേ? വെങ്കിടങ്ങനെ ഒരു പ്രശ്നമുണ്ടോ വെള്ളത്തിൻ്റെ ജനങ്ങൾ കാണുമ്പോൾ? ഉപ്പ് വെള്ളമാണെന്ന് അല്ലേ? അപ്പോൾ ഈ ഉപ്പ് വെള്ളത്തിന് മറ്റു വെള്ളം, നല്ല വെള്ളം കിട്ടാനുള്ളൊരു അവകാശം നമ്മുടെ മണ്ണിനെ ജീവിക്കുന്ന ജനങ്ങൾക്കില്ലേ? ആ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? ആ പഞ്ചായത്തിനില്ലേ? എല്ലാവർക്കും ഉണ്ട്. ജലജീവൻ പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിലൂടെ വിവിധ പഞ്ചായത്തുകളിലേക്ക് എത്തി ആ പഞ്ചായത്ത് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയ്ക്ക് 40 ആണ്ട് കാത്തിക്കാൻ പറ്റില്ല. തൊണ്ട ദാഹിച്ച വെള്ളം കുടിക്കണം. ആ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിനും പഞ്ചായത്തിനും വീഴ്ച പറ്റുന്നിടത്താണ് ഞങ്ങൾക്ക് പ്രതിപക്ഷത്ത് ഇരുന്നത് പ്രതിഷേധിക്കേണ്ടി വരും. അത് ഞങ്ങൾ ക്ലിയറായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജലജീവൻ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയത് വെള്ളത്തിന്, 35 കിലോ അരി എല്ലാവർക്കും കൊടുക്കുന്നത് ഞങ്ങൾ നടപ്പിലാക്കിയത് അന്നത്തിൻ്റെ വിഷയത്തിൽ, വൈദ്യുതിയുടെ വിഷയത്തിൽ ദീനദയാൽ ഗ്രാമീൺ ജ്യോതി യോജനയിലൂടെ ഞങ്ങൾ കൃത്യമായി വൈദ്യുതിയുടെ കാര്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അത് കോർപ്പറേഷൻ സംവിധാനത്തിൽ ഞങ്ങൾ RDSS പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ UG കേബിൾ ആക്കുന്നതിൻ്റെ ഭാഗമായി, ഫീഡർ സിസ്റ്റങ്ങൾ ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി, സ്മാർട്ട് മീറ്റേഴ്സ് കൃത്യമായി ചെയ്യുന്നതിൻ്റെ ഭാഗമായി അടിസ്ഥാന വർഗത്തിൻ്റെ കാര്യമാണത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 136 കോടി രൂപ ഇപ്പോൾ ഓൾറെഡി പാസ്സാക്കി കഴിഞ്ഞാൽ ഏകദേശം 300 കോടി രൂപയോളം വരുന്നൊരു പദ്ധതിയാണ്. അത് ജനങ്ങളുടെ അവകാശമാണ്, കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുന്നത്. സോളാർ സിസ്റ്റത്തിൽ സൂര്യഘർ 4.5 കോടി രൂപ ഈ തൃശ്ശൂരിനകത്ത് കൺസ്യൂമേഴ്സിന് കിട്ടിക്കഴിഞ്ഞു. ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തില്ലേ. അപ്പോൾ ഏത് കാര്യത്തിൽ, കർഷകൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ക്ഷേമ പെൻഷൻ എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? കേരളം ഭരിച്ചത് ഉണ്ടായതിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള ഭരണം, എന്നിട്ട് ഈ 2025 സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ക്ഷേമം ഉണ്ടായിരുന്നില്ല എന്നല്ലേ അർത്ഥം. അപ്പോൾ ഈ ക്ഷേമം ഉണ്ടാക്കാതിരുന്നതിൻ്റെ ഉത്തരവാദി ആരാ?
ചോദ്യം വരുമ്പോൾ അങ്ങനെ ഒരു ചോദ്യമില്ലേ. അത് ഇപ്പോഴും ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ സ്റ്റാൻഡ്, എൻ്റെ വ്യക്തിപരമായ സ്റ്റാൻഡ് കൂടിയാണ്. 2000 രൂപ സർക്കാർ കൊടുക്കണം, ആ മേഖല രക്ഷപ്പെടട്ടെ, കൊടുക്കണം. പക്ഷേ 2 ലക്ഷം രൂപ മാസം വരുമാനം കിട്ടുന്ന യുവാക്കളെ സൃഷ്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് സർക്കാർ എടുക്കണ്ടേ? എന്നും 2000 രൂപ കൊടുക്കുന്ന അമ്മമാരോ 2000 രൂപ കൊടുക്കുന്ന അച്ഛന്മാരോ 2000 കൊടുക്കുന്ന പാവപ്പെട്ടവരോ ഉണ്ടായാൽ മതിയോ? അത് പാടില്ലല്ലോ. അത് നിർമ്മാർജ്ജനം ചെയ്യപ്പെടണ്ടേ? ആരെ? വാങ്ങാത്ത രീതിയിലേക്ക് മാറാം. ആ വ്യക്തികളെയല്ല ഞാൻ പറയുന്നത്, ആ സിസ്റ്റത്തെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് എന്തുണ്ടാവണം? ആ വാങ്ങിക്കുന്ന ആളുകൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. കൃത്യമായ കാര്യമാണ്. അത് രാഷ്ട്രീയമല്ലേ അതിനകത്ത്. ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെങ്കിൽ എന്തുണ്ടാകണം? അവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ജോലി അല്ലെങ്കിൽ വരുമാനം ആ തൊഴിൽ നിന്ന് കിട്ടാവുന്ന സാഹചര്യം ഉണ്ടാകണം. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് BJP അപ്പുറത്ത് ചെയ്തത്. റോഡ്, തോട്, പാലം, വെള്ളം, വെളിച്ചം, അത് കൃത്യമായി ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. നാഷണൽ ഹൈവേസ് നിങ്ങൾ കൃത്യമായി നോക്ക്, പാലങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്ക്, സടക്ക് യോജനയിൽപ്പെടുത്തി ഗ്രാമപാലങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്ക്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഗവൺമെൻറ് ചെയ്യുമ്പോൾ, ഗവൺമെൻറ് ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ അത് ചെയ്തതായിട്ട് അംഗീകരിക്കണം. അല്ല അതൊരു വരട്ട് തത്വശാസ്ത്രം കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയും. ഞങ്ങൾ അന്നം കൊടുത്തു കഴിഞ്ഞു, വെള്ളം കൃത്യമായി ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, വെളിച്ചത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കാശ്, നിങ്ങൾ മോദി സർക്കാർ വന്നപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ടായിരുന്ന സംഖ്യ ഇന്നത്തെ 369 രൂപ. ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നില്ലേ? ചെറുപ്പക്കാർക്ക് മേക്ക് ഇൻ ഇന്ത്യയിലൂടെയും സ്റ്റാർട്ടപ്പ് പദ്ധതികളിലൂടെയും സ്റ്റാൻഡ് ബൈ മിത്ര പോലെയുള്ള പദ്ധതികളുടെയും ദീനദയാൽ കൗശൽ യോജനയും ഇപ്പോൾ റോസ്ഗാർ മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് ജോലിയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി റോസ്ഗാർ മേള നടക്കുന്നു. അതിൽ നിങ്ങൾക്ക് ജോലികൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല. തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ പരമാവധി കൈകാര്യം ചെയ്യുന്നുണ്ട്. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് റോഡും ഗതാഗതവും റെയിൽ ഗതാഗതവും ഒക്കെ. വന്ദേ ഭാരതുകൾ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നോ? കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ആളുകൾ കൃത്യമായിട്ട് അത് ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 100% ഇലക്ട്രിഫിക്കേഷൻ റെയിൽവേയിൽ നടന്നു. അത് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. 11 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം എന്നിട്ട് ആരാ എതിർക്കണേ? 50 ആണ്ട് ഇന്ത്യ ഭരിച്ചവർ പറയണത് പോരാന്നാ. അപ്പോൾ ഇതൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടല്ലേ. എന്ത് പുതിയത് വരുമ്പോൾ ആ പഴയത് അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ പുതിയത് വരാൻ സാധിക്കണേ. അപ്പോൾ അതിനെ അംഗീകരിക്കല്ലേ. 11 കോടി ടോയ്ലറ്റ്സുകൾ ഇന്ത്യയിൽ പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ പറയുന്നത് എണ്ണം പോരാന്നാണ്. ഈ 11 കോടി ടോയ്ലറ്റ്സ് ഇദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് പണിയേണ്ടി വന്നുവെങ്കിൽ അടിസ്ഥാന വർഗത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിറവേറ്റുന്നതിൽ ഇതിന് മുൻപുണ്ടായിരുന്ന സർക്കാരുകൾ പരാജയപ്പെട്ടു എന്നുകൂടി വായിക്കണ്ടേ? അത് ഇന്നത്തെ യുവാക്കൾ വായിക്കുന്നേ. അവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. യുവാക്കൾ മാത്രമല്ല, വിദ്യാർത്ഥികൾ പോലും അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് വീണ്ടും BJP അധികാരത്തിൽ. ഞാൻ ആ രാഷ്ട്രീയമാണ് മനസ്സിലാക്കുന്നത്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ വെങ്കിടങ്ങ് പഞ്ചായത്ത് നമ്മൾ ഉദാഹരണത്തിനെടുക്കാം. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എനിക്ക് എതിരായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്, വലതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്. 3 പേരും നിങ്ങളോട് കാര്യങ്ങൾ പറയും, ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കും. ഞാൻ അവരോട് ഒന്നെത്ത് പറയട്ടെ. കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊജക്റ്റ്, ബഹുമാനായിട്ടുള്ള MP മന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവരുടെ പദ്ധതികൾ വെങ്കിടങ്ങ് പഞ്ചായത്തായിക്കോട്ടെ, മുല്ലശ്ശേരി പഞ്ചായത്തായിക്കോട്ടെ, കണ്ടാനശ്ശേരി പഞ്ചായത്തായിക്കോട്ടെ, എളവള്ളി പഞ്ചായത്തായിക്കോട്ടെ, ചൂണ്ടൽ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞ പയ്യൂർ ഏരിയ, ഇതാണല്ലോ ഞങ്ങളുടെ ജില്ലാ ഡിവിഷൻ. ഈ ഡിവിഷനിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരാൻ ഈ 3 സ്ഥാനാർത്ഥികൾക്കും നിങ്ങൾ നോക്കുമ്പോൾ ആർക്കാണത് എളുപ്പം എന്നുള്ള കോമൺ സെൻസ് ജനങ്ങൾ ചിന്തിച്ചാൽ ഉല്ലാസ് ബാബുവിന് ജയിക്കാൻ എളുപ്പമാണ്. പക്ഷെ ജനങ്ങളെ കൃത്യമായി ചിന്തിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത്രയും പറയുന്നത്, ഈ സാധനം വെങ്കിടങ്ങ് 10 കൊല്ലമായിട്ട് ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ അല്ലേ, ഇടതുപക്ഷത്തിൻ്റെ കീഴിൽ, കറക്റ്റല്ലേ? ഇടതുപക്ഷത്തിൻ്റെ കീഴിൽ വെങ്കിടങ്ങ് ഇരുന്നിട്ട് കുടിവെള്ളത്തിൽ എന്താ രാഷ്ട്രീയം? ഞാൻ ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രിയുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഏത് സ്ഥലത്താണ് എങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രോട്ടോക്കോൾ ഇപ്പോൾ ഉള്ള ഇത് കഴിഞ്ഞാൽ, പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അതിൽ ഇടപെടണം. എന്താ കാരണം എന്നറിയാം? കുടിവെള്ളത്തിൽ രാഷ്ട്രീയം പാടില്ല, റോഡിൽ രാഷ്ട്രീയം പാടില്ല. ചെറിയ വികസനങ്ങൾ നടക്കുമ്പോൾ അതിനൊന്നും രാഷ്ട്രീയം പാടില്ല. വലിയ വികസനത്തിന് രാഷ്ട്രീയം വേണ്ട. അത് പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ലേ. അപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഡെവലപ്മെൻറ്റിൽ പൊളിറ്റിക്സ് കളിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടുകാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം BJPയുടെ നേതൃത്വവും. ഇപ്പോൾ കൃത്യമായി BJPയുടെ സ്ഥാനാർത്ഥികളും അത് തന്നെയാണ് പറയുന്നത്, ഡെവലപ്മെൻറ്റിനാണ് വോട്ട്. അപ്പോൾ കുടിവെള്ളം കൊടുപ്പിക്കാൻ രാഷ്ട്രീയം സംശയമില്ല. കുടിവെള്ളം കൊടുക്കാൻ പ്രാപ്തിയില്ലാണ്ട 10 കൊല്ലം ഇരുന്നപ്പോൾ നിങ്ങൾ പറ, നിങ്ങളുടെ വീട്ടിലൊരു കുടിവെള്ളം മുട്ടി നിങ്ങളെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ വീടാണ് എൻ്റെ പഞ്ചായത്ത്, അവർ തന്ന വോട്ടാണ്
എന്നെ ഇവിടെ പ്രസിഡൻ്റാക്കിയത്, മെമ്പറാക്കിയത്, വൈസ് പ്രസിഡൻ്റാക്കിയത്, മറ്റേ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാക്കിയത് എന്ന ബോധ്യം ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ കുടിവെള്ളം മുട്ടിക്കില്ലായിരുന്നല്ലോ, ഉപ്പുവെള്ളം കൊടുക്കില്ലായിരുന്നല്ലോ, ചെളിവെള്ളം വരുത്തില്ലായിരുന്നല്ലോ, പട്ടികളെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിടില്ലായിരുന്നല്ലോ. ഒപ്പം തന്നെ റോഡുകൾ, നിങ്ങൾ തണ്ടലൊടിയാത്ത റോഡുണ്ടോ? തണ്ടലൊടിയാത്ത, മുതുകൊടിയാത്ത, നടുവൊടിയാത്ത, വണ്ടിയുടെ ആക്സിലൊടിയാത്ത ഏത് റോഡ് അവിടെയില്ല പറ. ഇപ്പോൾ ഒട്ടിച്ചു തുടങ്ങി. എന്തിനാ അങ്ങനത്തെ രാഷ്ട്രീയം? 11-ാം തീയതി തെരഞ്ഞെടുപ്പ് വരാ. ഈ ഒരു അവസാന മാസം അവർക്ക് തിരക്ക് തോന്നിയ 4.5 കൊല്ലം നമ്മുടെ സമയം കളഞ്ഞിട്ടില്ലേ? ഒരു ജോലിക്ക് പോകുന്നവൻ 4.5 കൊല്ലം അനുഭവിച്ച വേദന എന്താ? അവൻ്റെ സമയത്തിന് വിലയില്ല, അവൻ്റെ ജീവിതത്തിന് വിലയില്ല, അവൻ്റെ നെട്ടോട്ടങ്ങൾക്ക് വിലയില്ല, അവൻ്റെ വാഹനത്തിന് വന്ന കംപ്ലൈൻറ്റുകൾക്ക് വിലയില്ല, അവൻ്റെ ആരോഗ്യത്തിന് വന്ന പ്രശ്നത്തിന് വിലയില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഒട്ടിച്ചിട്ട് ഞങ്ങളെല്ലാം സെറ്റാക്കി എന്ന് പറഞ്ഞാൽ ആ പൊട്ട രാഷ്ട്രീയമാണെന്ന്. അത് വിശ്വസിക്കുന്ന വിഡ്ഢികളല്ല ഇന്നത്തെ വോട്ടർമാർ. അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം തയ്യാറാവാത്തത് എന്നുള്ളതാണ് എൻ്റെ. ഞാനിതൊന്നും രാഷ്ട്രീയപരമായിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കണം. പക്ഷെ ഇതൊക്കെ കൃത്യമായ കാര്യമല്ലേ? ഇതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പറ. നിങ്ങൾ വേറെ രാഷ്ട്രീയക്കാരനായിരിക്കാം. ഞാനീ പറയുന്ന കാര്യം അത് അങ്ങനെയല്ല എന്ന് നീ പറ. എന്താണ് പഞ്ചായത്തിന് 10 കൊല്ലം പോരെ ഒരു കുടിവെള്ളം പരിഹരിക്കാൻ? തെരുവ് നായകളെ പിടിച്ചു കെട്ടാൻ കുട്ടികളെ പേടിച്ചിട്ട് വഴിയിറങ്ങാൻ പറ്റുന്നില്ല, കുറയ്ക്കുന്നതാണ് ഇവർക്ക് 10 കൊല്ലം പോരാ? ഈ റോഡ് ഒന്ന് ടാർ ചെയ്യാൻ, എല്ലാ വർഷവും അത് പാച്ച് ചെയ്യാൻ, കൃത്യമായി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പഞ്ചായത്ത് സംവിധാനത്തിന് സാധിക്കുന്നില്ല. തെരുവ് വിളക്കിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് വിളക്ക് കത്തുന്നുണ്ടോ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ടാക്സ് അടയ്ക്കാത്തൊരു പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് 56 തവണ ഒരു ഫോൺ ചെയ്യലോ, എന്താ ടാക്സ് തരാത്ത? ഒരു വിട്ടുവീഴ്ചയില്ലല്ലോ അവരോട്. അപ്പോൾ അവരോട് വിട്ടുവീഴ്ച ഇല്ല എങ്കിൽ അവർക്ക് ഇവർ ചെയ്തു കൊടുക്കേണ്ട കാര്യത്തിൽ ജനങ്ങൾക്ക് വിട്ടുവീഴ്ചയുടെ കാര്യമില്ലല്ലോ. ഒരു പാലാങ്കടിയിട്ട് 50 മീറ്റർ അങ്ങടാണെങ്കിൽ 50 മീറ്റർ ഇങ്ങടില്ലേ? അപ്പോൾ അത് ജനങ്ങൾ ചെയ്യില്ലേ? ആ ജനങ്ങളെ തീരുമാനമെടുത്താൽ കഴിഞ്ഞു ഈ അഭ്യാസം. ജനങ്ങളെ മാറ്റം വരുത്തണം. കാരണം നമ്മുടെ പാർട്ടി ഇപ്പോൾ കണ്ടില്ല, അത് നമ്മുടെ വോട്ട്. പലയിടത്തും അങ്ങനെയാണ്. അത് നമ്മുടെ വോട്ട്, ഇത് നമ്മുടെ വോട്ട്, അത് മറ്റവരുടെ വോട്ട്, ഇത് ഇവരുടെ വോട്ട്. ആ സിസ്റ്റം ജനങ്ങൾ മാറ്റണം. അവർ വികസനത്തിന് ഒടിയാൻ പഠിക്കും. മാറി തുടങ്ങി, പൂർണ്ണമായിട്ടും മാറണമെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് കുടിവെള്ളം തരാൻ എന്നെ കൊണ്ടായാലും ഇനി കുറച്ചാലും പുറത്തേക്ക് കഴിവുള്ള കുടിവെള്ളം തരട്ടെ, എന്നിട്ട് അവർക്ക് കഴിവില്ല എന്ന് തോന്നി അപ്പം നമുക്ക് ആലോചിക്കാം എന്ന് പറയപ്പെടുന്നൊരു ശൈലിയിലേക്ക് ജനം വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതാണ് കൃത്യമായിട്ടുള്ള അല്ല അതിൻ്റെ മനോഹാരിത എന്ന് പറയപ്പെടുന്നത്. അല്ലാതെ ഇങ്ങനെ കുറ്റിയടി. ഞാൻ ആ മുല്ലശ്ശേരി വഴിക്ക് പോകുമ്പോൾ പണ്ട് ഏതോ കാലഘട്ടത്തിൽ കറുത്ത വരയുള്ള ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് റോഡ് എന്ന്. ഭയങ്കര കഷ്ടമാണ്. നിങ്ങൾ മുല്ലശ്ശേരിയിൽ പോയി നോക്കും, ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ. ഇത് തന്നെ ഇളവള്ളിയിലെ പ്രശ്നം, ഇത് തന്നെയാണ് കണ്ടാനശ്ശേരിയിലെ പ്രശ്നം. കണ്ടാനശ്ശേരിയൊക്കെ ചെയ്യുന്നത് എത്ര മനോഹരമാണെന്നറിയാം നിങ്ങൾക്ക്. കണ്ടാനശ്ശേരി സാംസ്കാരികപരമായിട്ട് ഏറ്റവും കൂടുതൽ വളർച്ച അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വെച്ചൊരു ടൂറിസം മേഖലയിൽ സാംസ്കാരിക ടൂറിസം കണക്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്രദേശമാണ്. വാഗൈ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്പഴിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് കൊടുങ്ങല്ലൂരെ നിന്ന് ഈ വാഗയിലേക്കും ഈ നമ്പഴിക്കാടിലേക്കും 300 സ്റ്റേഡിയ എന്നാണ് അളവിനെ കുറിച്ച് പണ്ട് പറയാം. സംഘകൃതികളിൽ പറഞ്ഞിട്ടുള്ളതാണ്, പണ്ടത്തെ കൃതികൾ. അതിനെ റിസർച്ച് നടത്തുന്ന അധ്യാപകരുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 300 സ്റ്റേഡിയ അളവാണ് എന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ചരക്ക് ഗതാഗതത്തിൽ. അന്ന് അതിൽ പറഞ്ഞിട്ടുള്ള വാഗപ്പെരുന്തുറൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാഗയിൽ. ഇതേപോലെ നമ്പഴിക്കാട്ടേക്ക് അത് ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്. ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ട് കോവിലനുണ്ടല്ലോ അവിടെ. ഏറ്റവും കൂടുതൽ ചരിത്രമായിട്ട് ഗുണകരമുണ്ട് മറ്റത്തിൽ. ഇപ്പോൾ കാക്കശ്ശേരി തറവാട് ഞാൻ ബഹുമാനിക്കുന്നത്. കാരണം മറ്റത്തിൻ്റെ ചരിത്രത്തോളം ആ തറവാടിന് വാല്യൂ ഉണ്ട്, ആ തറവാടിന് പേരും ഉണ്ട് അവിടെ. അത്രയും മറ്റത്തിൻ്റെ ഇത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുടക്കല്ലുകളായിക്കോട്ടെ, ഏത് ക്ഷേത്രം, എതിർകോവിൽ ക്ഷേത്രമായിക്കോട്ടെ, കണ്ടിയൂർ ക്ഷേത്രമായിക്കോട്ടെ, മറ്റം പള്ളി ആയിക്കോട്ടെ, പൊന്മല ആയിക്കോട്ടെ, മോസ്കുകളായിക്കോട്ടെ, അവിടുത്തെ തറവാടുകളായിക്കോട്ടെ, അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ, എല്ലാറ്റിനും ഭയങ്കര വാല്യൂ ഉള്ള സ്ഥലം. ഇപ്പോൾ കോവലൻ ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ശേഷം, ബാലാമണിയമ്മയ്ക്ക് ശേഷം, വൈക്കം മുഹമ്മദ് ബഷീറിന് ശേഷം 4ാമതായി കേന്ദ്ര സാഹിത്യ ടീമിൽ മെമ്പറായ ആളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ മലയാളിയുടെ യശസ് ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ റോട്ടിലൂടെ ഞാൻ ഇന്നലെ പോയി, കോവിലൻ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുക. ആ ഒരു നീതികേട് ഇവർ കാണിക്കുക. അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ എഴുത്തുകാരനാണ് ഇന്ത്യയിൽ, അല്ലേ? കേരളത്തിലെ ഏറ്റവും മിടുക്കനായിട്ട് നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാളായിരുന്നു. ആ പഞ്ചായത്ത് കൂടെയുണ്ട്. എന്താ ഇടതുപക്ഷം 10 കൊല്ലമായിട്ട് ചെയ്തത്? അവിടെയും ഇടതുപക്ഷമല്ലേ? മുല്ലശ്ശേരിയിലേക്ക് ഇങ്ങോട്ട് വന്ന സുന്ദരിയാണ് മുല്ലശ്ശേരി. ആ മധുക്കര പ്രദേശം അവിടെ നിങ്ങളുടെ ഓരോ മേഖല എടുത്തു, അതീവ സുന്ദരിയാണ്. ഇതിനെ ടൂറിസം സെക്ടറിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ട് ഇത്ര കാലമായിട്ട് ഞാൻ ടൂറിസം എന്ന് പറയുമ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്?
സ്റ്റീൽ കൊണ്ടൊരു ചെയർ ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. അതല്ലല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ. നമ്മൾ വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആ സെക്ടർ കൃത്യമായി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ചെയ്യാൻ സാഹചര്യമുണ്ടെന്നിരിക്കെ എന്തവർക്കും സാധ്യമാവാത്ത അത്രയും ഗംഭീരമായി കൈകാര്യം ചെയ്യുന്ന മുല്ലശ്ശേരി. വെങ്കിടങ്ങിലേക്ക് വാ. പുല്ല കണ്ണൂത്ത് റോഡ്, അതിൻ്റെ കണക്ടിവിറ്റി എത്ര കൊല്ലേ. മുരളി പെരുന്നല്ലി എന്ന് പറയുന്ന MLA, ബഹുമാന MLA ഉണ്ട്. അപ്പുറത്ത് അടാട്ടിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവർ ചിറ്റലപ്പള്ളി MLA ഇടതുപക്ഷത്തിൻ്റെയാണ്. തൃശ്ശൂരിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ബാലേന്ദ്രൻ MLA ഇടതുപക്ഷത്തിൻ്റെയാണ്. ഇവർ 3 ഇടതുപക്ഷ MLA ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ കേരളം ഭരിച്ചിട്ട് ഇന്നും ആ കാഴ്ചയുടെ അവസ്ഥ എന്താ? ഇപ്പോൾ പാടൂർ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയാൽ 5 പഞ്ചായത്തുകൾ രക്ഷപ്പെടും. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അടക്കം കുടിവെള്ള പ്രശ്നം ഉണ്ടാവില്ല. എന്താ ഇവർക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കാം? ഇതൊരു പഠനം നടത്തണമല്ലോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിട്ട് ഫാക്റ്റാണ്. എല്ലാം കുറ്റം പറയുകയാണോ തോന്നും. എല്ലാം കുറ്റം പറയില്ല, ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ജനങ്ങൾക്ക് ആവശ്യം എന്താണ്? ജനങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ ആശയവും ആദർശവും പ്രത്യയശാസ്ത്രമൊന്നുമല്ല. അതൊക്കെ ആവാം, ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ അതൊക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ആവശ്യം എന്താ? അവരുടെ അടിസ്ഥാന പ്രശ്നം, അവരുടെ മക്കളുടെ ജോലി, അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. 510 ഉറുപ്പ്യ വന്നു കേരളത്തിലെ വെളിച്ചെണ്ണയ്ക്ക്, സംശയമില്ലല്ലോ. അപ്പോൾ ഒരു വീട്ടിലെ അമ്മയുടെ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാവും അതാ, 510 രൂപ വെളിച്ചെണ്ണ. പപ്പടം കാച്ചണ വെളിച്ചെണ്ണ ഷെൽഫിൽ വെച്ചിട്ട് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. അരിയുടെ വില എത്ര? 56 ഉറുപ്പ്യായി. ഇവർ കയറുന്ന സമയത്ത് 22 ഉറുപ്പ്യ ഉണ്ട്, ഇന്ന് 56 രൂപ. എന്നാൽ അത് മുല്ലശ്ശേരിയും ഈ മറ്റേ ഇളവള്ളിയും ഈ വെങ്കിടങ്ങും ഈ കണ്ടാനശ്ശേരി ഏറ്റവും കൂടുതൽ കർഷകനുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വിതച്ചാൽ, നമ്മൾ കൊയ്താൽ, നമ്മൾ മെതിച്ചാൽ അത് ചാക്കിലിട്ട് മൂട്ടി വരമ്പത്ത് കയറ്റി വെക്കുമ്പോൾ അപ്പം തന്നെ താങ്കൾ ഒരു കൃഷിക്കാരനാണെങ്കിൽ താങ്കളുടെ പാടം കൊയ്ത് അത് ചാക്കിലാക്കി വരമ്പത്ത് കയറ്റി വെച്ച് കിലോ തൂക്കിയാൽ ഇത്ര കിൻഡൽ ഇത്ര രൂപ അക്കൗണ്ടിലേക്ക് അപ്പം തന്നെ. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് എല്ലാം ഓൺലൈൻ സംവിധാനം ഉണ്ടല്ലോ. അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ 10 കൊല്ലമായിട്ട് കേരള സർക്കാരിന് പറ്റില്ല, പൈസയില്ല. അപ്പോൾ കാലതാമസം മാത്രമല്ല, പിന്നെ ലോണല്ലേ. ആ ലോണിന് നമ്മൾ ഈട് കൊടുക്കുന്നില്ല, സർക്കാർ ഈട് കൊടുക്കുന്നു എന്നാണ് ഇവരുടെ വാദം. സർക്കാർ ഈട് കൊടുത്താലും സർക്കാർ മാറി സർക്കാർ അത് കൊടുത്തില്ല എന്നൊക്കെയാണ് ഇവരുടെ തലയിലേക്ക് വരൂലേ. ഇത് എന്താ അതിൽ പ്രതികരിക്കാത്ത? അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കർഷകരാണ്. ഇത്ര മരിക്ക് വില കൊടുത്ത് നമ്മൾ മേടിക്കുമ്പോൾ ഈ കർഷകൻ്റെ ജീവിതാവസ്ഥ നിങ്ങൾ നോക്ക്. 10 കൊല്ലം മുൻപ് വെങ്കിടങ്ങിൽ ഇടതുപക്ഷം ഭരണത്തിൽ കയറുമ്പോൾ ഓട്ടോ തൊഴിലാളിയായിരുന്ന ഒരാൾക്ക് 10 കൊല്ലത്തിന് ശേഷവും അയാൾ ഓട്ടോ തൊഴിലാളി തന്നെയാണ്. അയാളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനോ അയാളുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനോ സ്റ്റേറ്റ് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കൊണ്ടോ പഞ്ചായത്ത് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കൊണ്ടോ അവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ പരാജയം എന്ന് പറയാൻ. ആ ലെവലിലൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ റോഡെങ്കിലും വൃത്തിയാക്കി കൊടുത്ത ഓട്ടോറിക്ഷക്കാർക്ക് പാവങ്ങൾ 1300 ഉറുപ്പ്യ കിട്ടും. അതിൽ ഡീസലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് വീട്ടിലെത്തുമ്പോൾ അങ്ങോട്ട് കൂടെ മുട്ടില്ല എന്ന്. വലിയ പാടത്. അതൊന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിൽ ഈ റോഡ് വൃത്തിയായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോകുമായിരുന്നു. വലിയ കഷ്ടമാണ്. നമ്മളൊന്നും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദുരിതം അവർ അനുഭവിക്കുന്നുണ്ട്. PR വർക്കിന് വേണ്ടി നമുക്ക് പറയാം അതിദാരിദ്ര്യ വിമുക്ത കേരളമാക്കി. അതൊക്കെ PR വർക്ക് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കലക്കാൻ വേണ്ടിയിട്ട് പറയാം. സത്യത്തിലെ അവസ്ഥകൾ നോക്കുമ്പോൾ വലിയ കഷ്ടം. ആ കഷ്ടം പരിഹരിക്കപ്പെടാനായിട്ട് പഞ്ചായത്ത് ഭരണ സംവിധാനം തയ്യാറാകണം, ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാവണം, ജില്ലാ പഞ്ചായത്ത് തയ്യാറാവണം. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ജനങ്ങളോട് പറയുന്നത്, അപ്പം നിങ്ങൾക്ക് കുടിവെള്ള പ്രശ്നമാണ് പരിഹാരം. ഒരു ഭരണ സംവിധാനം തീരുമാനം എടുത്താൽ വളരെ ചെറിയ സമയത്ത് തീരുമാനം എടുക്കാൻ വേണം. നടപ്പിലാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയപ്പെടുന്നത് ഒരു സർക്കാർ സിസ്റ്റം ആയതുകൊണ്ട് അത് നടപ്പിലാക്കാൻ എടുക്കുന്ന ഒരു മിനിമം ടൈം. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമില്ല. അതിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പദ്ധതി വിഹിതം കൊണ്ടോ ആ പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം കൊണ്ടോ കാര്യം നടപ്പിലാകില്ല എന്ന് വയ്ക്കുക, പൈസ തികയുന്നില്ലെന്ന് വയ്ക്കുക. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആളെ പിടിക്കണം, ആളുടെ വക വെക്കാനുള്ള പദ്ധതി ഇതിൽ വെക്കാൻ നോക്കണം. അതും പോരായ്മ വന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പിടിക്കണം, അയാളുടെ പദ്ധതി വിഹിതം വെക്കാൻ നോക്കണം. അതും പോരാന്നുണ്ടെങ്കിൽ MLA പിടിക്കണം, അതും പോരാ എന്നുണ്ടെങ്കിൽ മന്ത്രിനെ പിടിക്കണം, MP പിടിക്കണം, സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ ഒക്കെ വേണം. നമുക്ക് കുടിവെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് പേപ്പർ വർക്ക് ചെയ്ത് പെട്ടെന്ന് അതിൻ്റെ പിന്നാലെ പോകണം. ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ആത്മാർത്ഥതയും ഉത്തരവാദിത്ത ബോധവും സ്നേഹവും നിങ്ങൾ തന്ന വോട്ടിൻ്റെ വില കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന മെമ്പറായിട്ട് എന്നുള്ള ബോധ്യവും ആ നേതാവിനുണ്ടെങ്കിൽ കുടിവെള്ളത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല, തെരുവ് പട്ടിയിലൊരു പ്രശ്നം ഉണ്ടാവില്ല, അതേപോലെ തന്നെ റോഡിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അന്നവും വെള്ളവും വെളിച്ചവും ആരോഗ്യവും തൊഴിലും വിദ്യാഭ്യാസവും കൃത്യമായിട്ട് അടിസ്ഥാന ആവശ്യങ്ങൾ അത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള കാഴ്ചപ്പാടുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മെമ്പർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിന് 10 കൊല്ലത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ 10 കൊല്ലം നിങ്ങളോട് നീതികേട് കാണിച്ചു എന്ന് വെച്ചാൽ
അതവർ ചെയ്ത് ക്രൂരതയാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ അനാവശ്യമായിട്ട് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമാണ്, അത് രാഷ്ട്രീയമായിട്ടൊരു ചതിയായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ 10 വർഷം നഷ്ടപ്പെട്ടു, ഇനിയും 5 വർഷം നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ നോക്കണം. കഴിഞ്ഞ 5 കൊല്ലം മുന്നേ ഞാനും മുല്ലശ്ശേരി തന്നെ മത്സരിച്ചു. അപ്പോൾ എനിക്ക് നരയില്ല. 5 കൊല്ലം കഴിഞ്ഞു, പ്രായമായി, നര വന്നു തുടങ്ങി. നമ്മുടെ മക്കൾക്ക് 5 കൊല്ലം കഴിയല്ലേ, അവർക്കിതൊരു സാഹചര്യം വേണ്ടേ? എത്ര തൊഴിലിടം ഉണ്ടാക്കി, എത്ര തൊഴിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, അതൊരു വലിയ കാര്യം. ഇപ്പോൾ വിജയിച്ചു വരും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, കാരണം ഇത്രയും സങ്കല്പങ്ങളുള്ള ഒരു ജനപ്രതിനിധി വളർന്നു വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാർഷിക മേഖലയ്ക്കും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതത്തിനും ഒരു അടിസ്ഥാന വർഗത്തിനും വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്ത് കാണിക്കാനായിട്ട് കഴിയും? അത് ഏറ്റവും കൂടുതൽ വളരെ വ്യക്തമാണല്ലോ. കാരണം ഇന്ന് ഈ നാട് അനുഭവിക്കുന്ന ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ്റെ നെഞ്ചിലേക്കാണ് ഉപ്പുവെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. പാടത്തേക്ക് മാത്രമല്ല, അവൻ്റെ നെഞ്ചിലേക്കാണ് വരണേ. ഓരെത്ര വർഷമായിട്ട് ഇത് പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ബണ്ടിൻ്റെ ഇപ്പോൾ ഇടിയഞ്ചേരി ആയിക്കോട്ടെ, ഏനാമാവായിക്കോട്ടെ, ഏനാമാവിൻ്റെ കുപ്പിക്കഴുത്ത് വിഷയമായിക്കോട്ടെ, ഏത് വിഷയമാണെങ്കിലും ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ കർഷകൻ്റെ അഞ്ചത്തേക്കാണ് വരണേ. ഈ ബണ്ട് കെട്ടുന്ന കാര്യങ്ങളിൽ ഈ പഞ്ചായത്ത് എടുത്ത നിലപാടെന്താ? ആ പഞ്ചായത്ത് കേന്ദ്ര സംവിധാനവും കേന്ദ്രമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവർ കൊടുത്തുന്ന അപേക്ഷ പറഞ്ഞതാ, ഇവർ റിക്വസ്റ്റ് കൊടുത്ത് പറഞ്ഞതാ, പ്രൊജക്റ്റ് കൊടുത്ത് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളുടെ ഒരു പദ്ധതി ഉണ്ടാക്കുക, അതാത് സമയത്ത് കാശ് ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രം ഉണ്ടാക്കുക. പക്ഷേ അത് കർഷകന് ഗുണം കിട്ടുന്നില്ല, സാധാരണക്കാരന് ഗുണം കിട്ടില്ല, അത് കുടിവെള്ളത്തിനും കിട്ടുന്നില്ല, കാർഷിക മേഖലയ്ക്കും കിട്ടുന്നില്ല. ഇപ്പോൾ ഇഷ്ടപ്പെട്ട പദ്ധതി ഉണ്ടാക്കുക, അതല്ല വേണ്ടത്. കൃത്യമായിട്ട് എക്സ്പെർട്ടേഴ്സിനെ കൊണ്ടുവന്ന് പഠിച്ച് കാലാകാലത്തേക്ക് ഈ പ്രയാസം വരാത്ത ടെക്നോളജിയുള്ള നാടാണ്. ആ ടെക്നോളജി കൃത്യമായിട്ട് ഉപയോഗിക്കണ്ടേ. അത് ഉപയോഗിച്ചാൽ മാസം കൊല്ലം കക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൊല്ലം കക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാക്കുക, അതുണ്ടാക്കുക. ഈ കുപ്പിക്കഴുത്ത് മാറ്റാനായിട്ട് പ്രാപ്തിയില്ലാത്തവന്മാരെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ എന്താ പറയേണ്ടത്? ദേഷ്യം വന്ന വിഷമം നമുക്ക് ദേഷ്യത്തിൽ സംസാരിക്കാൻ തോന്നണം. എന്താണെന്നറിയോ? സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കുട്ടികൾ ആ അമ്മ അച്ഛൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും, അതിൻ്റെ ഉപ്പുമ്മമാർ എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും. അവർക്ക് ഭയങ്കര പ്രയാസമാണ്. അതൊന്ന് പരിഹരിക്കാൻ ഇത്ര കാലമായിട്ട് ഇവരിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ചിട്ട് ഈ നോർത്തിലേക്ക് അവിടേക്കൊക്കെ നോക്കിയിരിക്കണം നേരം ഈ കുപ്പിക്കഴുത്ത പരിഹരിക്കാൻ നോക്കിയിരുന്ന ആ പ്രശ്നം തീർന്നില്ലേ? സാധാരണക്കാരൻ്റെ പ്രശ്നം പരിഹരിക്കും. ഇവർക്ക് എന്താ പറ്റാത്തത്? അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ? പ്രതികരിക്കില്ല, ഞങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് തന്നെ കിട്ടിക്കോളും എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾ മാറ്റണം. പാർട്ടിക്ക് എന്ന് പറയപ്പെടുന്നതിന് പകരം വികസനത്തിന് എൻ്റെ കൃഷിക്ക് എൻ്റെ മക്കളുടെ സൗകര്യങ്ങൾ, തൊഴിൽ, അതുപോലെ പഠിക്കാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലല്ലോ. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നവർക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, എല്ലാവരും മാറ്റങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചും വൃത്തിയും വെടുപ്പായിട്ട് ഭാവിയിലുള്ള പഞ്ചായത്തുകൾ പണിനടത്തും. ജനങ്ങളും തീരുമാനം എടുക്കട്ടെ പ്രാവശ്യം. അപ്പോൾ മാറ്റം വരണം കാണാം. കേന്ദ്രമന്ത്രി ശക്തമായിട്ട് കൂടെ ഉണ്ടാവും. ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ കൃത്യമായി തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. കാരണം കുറേ കാലമായില്ലേ ഒരു കട്ടുടങ്ങിയിട്ട്, നമുക്ക് മാറ്റാതെ. ഇപ്പോൾ സമഗ്രമായിട്ടുള്ള വികസന പദ്ധതികളും അല്ലെങ്കിൽ ഒരു പ്ലാനാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു കയറി. അത് വലിയൊരു മുന്നേറ്റമായിരുന്നു BJP സംബന്ധിച്ച്. ആ മുന്നേറ്റം എത്രത്തോളം നമുക്ക് ആവർത്തിക്കാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പിലും? അല്ല, സുരേഷ് ഗോപി MP മന്ത്രിയായി ഇരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ബലം തന്നെയാണല്ലോ ഞാൻ ഈ പറഞ്ഞ പദ്ധതികൾ മുഴുവൻ. അത് കണ്ണൂത്ത് പുല്ല റോഡിൻ്റെ കാര്യമായിക്കോട്ടെ, ഇവിടെ ടൂറിസത്തിൻ്റെ കാര്യമായിക്കോട്ടെ, സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ കാര്യമായിക്കോട്ടെ, കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഭാഗമായിക്കോട്ടെ, മറ്റുള്ള കുടിവെള്ള വിഷയമായിക്കോട്ടെ, റോഡ് ഗതാഗതവുമായി വിഷയമായിട്ടെ, സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തി പബ്ലിക്കിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളായതുകൊണ്ടാണല്ലോ ഞാൻ ഈ ധൈര്യമായിട്ട് ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ BJPക്ക് സാധിക്കും. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന സുരേഷ് ഗോപിയുടെ ഉറപ്പ് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവർ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. സുരേഷ് ഗോപിക്ക് മുമ്പുണ്ടായിരുന്ന MPമാർ ഹൈമാസ്റ്റ് വിളക്ക് മാത്രം വെച്ച ആൾക്കാർ. MP എന്ന് പറയപ്പെടുന്നത് ഹൈമാസ്റ്റ് വിളക്ക് മാത്രം വെക്കാനുള്ളൊരു വ്യക്തിയല്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ ക്ഷണിക്കുന്ന കല്യാണങ്ങളോ അങ്ങനെ കാര്യങ്ങൾ വരിക, പങ്കെടുക്കുക, കുറച്ച് ഹൈമാസ്റ്റ് ലൈറ്റും വെക്കുക എന്ന് പറയപ്പെടുന്ന ശൈലിയിലേക്ക് MPമാർ അധപതിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന MP കൃത്യമായിട്ട് തൃശ്ശൂരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. അത് തൃശ്ശൂരിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ 1.5 വർഷം ആവണേ ഉള്ളൂ. എത്ര കോടി രൂപ കൊടുത്തു നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കും. ഏകദേശം 500 മേലെ കോടി രൂപ ചെലവഴിക്കൽ കഴിഞ്ഞു. ആ പദ്ധതികൾ കൃത്യമായി പൈപ്പ് ലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ഓരോ വർഷങ്ങളും ഏത് MP-യാണ് എൻ്റെ 5 വർഷത്തെ പ്രോഗ്രസ് കാർഡ് കിട്ടിയതിന് ശേഷം മതി എനിക്ക് നിങ്ങൾ ഇനി ഭാവിയിൽ വോട്ട് ചെയ്യാനെന്ന് ഉറച്ചു പറഞ്ഞിട്ടല്ലേ ആൾ തിരഞ്ഞെടുപ്പിന് നേരിട്ടെ. ആളവിടെ പണി കൃത്യമായി നടത്തും. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് റെയില്, റോഡ്, ജലം, വെളിച്ചം, തോട്, പാലം, മറ്റ് മേഖലകളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ അതാദ്യം ചെയ്യണം. അത് ചെയ്തതിന് വേദി ഒരുക്കിയിട്ട് വേണമല്ലോ മറ്റുള്ള കാര്യങ്ങൾ കൃത്യമാക്കാൻ. അപ്പോഴേ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടും,
മറ്റുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, ടൂറിസം സെക്ടർ കൈപ്പിടിച്ച് കൊണ്ടുവരാൻ സാധിക്കും. സുരേഷ് ഗോപി കൃത്യമായിട്ട് കാര്യം ചെയ്യും. സുരേഷ് ഗോപിക്ക് പരിപൂർണമായി ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ്, അദ്ദേഹം അത് പൂർണ്ണമായി ചെയ്യും. ഇതിന് മുമ്പ് കണ്ട എം പിമാരെ പോലെ നിങ്ങൾ സുരേഷ് ഗോപിയെ കാണണ്ട. ആളത് വൃത്തിയും വെട്ടുപ്പായിട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ്. അല്ലാണ്ട് ഈ അഭ്യാസം ഇപ്പം നിങ്ങളെ കാണുന്ന സമയത്ത് തോളത്ത് 4 തട്ട് എന്തുണ്ട് എന്ന് ചോദിക്കുന്നതിലല്ല ഒരു രാഷ്ട്രീയം സൗഹൃദം പറയപ്പെടുന്നത്. നിങ്ങൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ, നിങ്ങളുടെ നാട് എങ്ങനെയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ, അതെനിക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കുക. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ നിമിഷം കൊണ്ട് അതിവിടെ ചെയ്ത് കാണിക്കാൻ സാധിക്കുക. അതിൻ്റെ ഗുണം നിങ്ങൾ അനുഭവിക്കാൻ സാധിക്കുക. അത് കൃത്യമായി നടപ്പിലാക്കിയതിൻ്റെ ഒരു രാഷ്ട്രീയം എനിക്ക് നിങ്ങളോട് അപ്പം ചർച്ച ചെയ്യാം. കാര്യം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാലത്ത് ഞാനത് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് എത്ര കാലം ഇരിക്കും? ഞങ്ങളത് കൃത്യമായി ചെയ്തിട്ടാണ് നിങ്ങളോട് ഞാൻ വോട്ട് ചോദിക്കുന്നത്. അതാണ് സുരേഷ് ഗോപി മറ്റ് എം പിമാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വികസന സങ്കല്പങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. തീർച്ചയായിട്ടും ഒരു ഗംഭീര വിജയം സാധ്യമാകട്ടെ. ഈ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ ഏതൊരു വോട്ടർമാരുടെയും സങ്കല്പമാണ് നമ്മുടെ നാട് വികസിച്ച് വരുന്നത്. അതിലേക്ക് എത്താനായിട്ട് നമുക്ക് കഴിയട്ടെ. എന്തായാലും എല്ലാ വോട്ടർമാരോടും പറയാനുള്ളത്, ചെറിയ വിദ്യാർത്ഥികൾ PM ശ്രീ പദ്ധതി ചെറിയ കാര്യമൊന്നുമല്ല. നല്ല ടോയ്ലറ്റ് സ്കൂളുണ്ടാവുന്നത് തെറ്റാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ സ്കൂളുണ്ടാവുന്നത് തെറ്റാണ്. നല്ല വിദ്യാഭ്യാസ രീതി. പണ്ട് നമ്മളെന്താ പറയുക, തത്തമ്മേ പൂച്ച 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 തത്തമ്മേ പൂച്ച പൂച്ച അല്ലേ, ഒന്നിനൊന്നോട് ചെന്നാൽ ഉപമയാമയത് അല്ലേ നമ്മൾ പഠിക്കും. ശ്രദ്ധകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ 2 അക്ഷരം കുറച്ച് ഇടത് മഞ്ചരിയായിടും അങ്ങനെ പഠിക്കുകയാണ്. കണ്ണടച്ച് ശ്രദ്ധകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യമായി 2 അക്ഷരം കുറച്ച് ഇടത് മഞ്ചരിയായിടും. എന്നാൽ അത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതറിയും. 12 ആൽമസജം ശതം തഗുരുവും ശാർദൂല വിക്രീഡിതം എന്ന് പറഞ്ഞാൽ അതെന്താ അതറിയില്ല. പക്ഷേ എല്ലാവർക്കും അല്ലാണ്ട് ഞാൻ പറഞ്ഞത്, കാണാപ്പാഠം പഠിക്കാനും മാർക്കിന് വേണ്ടിയിട്ട്. PM ശ്രീ പദ്ധതിയിൽ അതല്ല. PM ശ്രീ പദ്ധതിയിൽ പഠന രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അവർക്ക് ഫെസിലിറ്റി കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വരുന്നുണ്ട്. ആ വിദ്യാലയത്തിൻ്റെ ചുറ്റുപാടുകൾ വൃത്തിയും വെടുപ്പാകുന്നതിൽ അതിൽ പദ്ധതിയുണ്ട്. 1,10,00,000 രൂപ വീതം സ്കൂളുകളിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥികളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഒരു സർക്കാരിനാവില്ലല്ലോ. അത് വാങ്ങിക്കണം, അത് നേടിക്കൊടുക്കണം എന്നാണ് എൻ്റെ ആവശ്യം. അപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം, തൊഴിലാളികളുടെ പ്രശ്നം, ചെറുപ്പക്കാർ വളർന്നു വരുന്നവർക്ക് ബിസിനസ് തുടങ്ങണോ, ബിസിനസ് തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം സർക്കാർ. ജോലിക്ക് പോകണോ, ജോലി എവിടെയുണ്ട്, ആ ജോലി കൃത്യമായി പോർട്ടലിൽ വന്ന് കൃത്യമായി രജിസ്റ്റർ ചെയ്താൽ പഠനം കഴിഞ്ഞ് വന്നാൽ അവന് ഉപജീവനത്തിനുള്ള കാര്യം കൃത്യമാക്കി കൊടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. അമ്മമാരുടെ കാര്യത്തിൽ, വനിതകളുടെ കാര്യത്തിൽ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ നടത്തിയ ആ പ്രവൃത്തി, നാരീശക്തി ഭംഗിയായി നടത്തിയൊരു സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. ഏത് കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയപ്പെടുന്നത് ഇവിടെ നിന്ന് പവറിലേക്ക്, താഴേക്കടയിൽ നിന്ന് പവറിലേക്ക് വരുന്നത്. അത് മെൻ്റൽ പവറാവാം, ഫിസിക്കൽ പവറാവാം, ഫിനാൻഷ്യൽ പവർ ആയിക്കോട്ടെ, ഏത് പവറാണെങ്കിലും നമ്മൾ തളർന്നവനെ നമുക്ക്, അതായത് ആരോഗ്യം കൊണ്ടല്ല ഞാൻ പറഞ്ഞു, മാനസികമായിട്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും തളർന്നവനുണ്ടാകാൻ പാടില്ല, വളർന്നവനുണ്ടാകാൻ പാടില്ല. അത് വലിയ കാഴ്ചപ്പാടാണ്. വളർന്നവനുണ്ടാകണമെങ്കിൽ അവൻ അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റുകൾ കൃത്യമായി പ്ലാൻ ചെയ്ത് പദ്ധതി ഉണ്ടാക്കി അവരെ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് അത് കൃത്യമായി കൈകാര്യം ചെയ്യണം. അത് ചെയ്യുന്ന പ്രക്രിയയിൽ ഉല്ലാസ് ബാബു എന്ന് പറയുന്ന ഞാൻ മനോഹരമായി ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അതനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ ബഹുമാനായിട്ടുള്ള MP സുരേഷ് ഗോപി, അദ്ദേഹം ഇവിടെ MP ആയിരിക്കുന്ന കാലഘട്ടമാണ്. എൻ്റെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരുള്ള സമയമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും MP-യുടെയും ഒരു ഇരട്ട ഇഞ്ചൻ സൗകര്യം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കിട്ടും. ഞാനാണ് ജയിക്കുന്നതെങ്കിൽ. മറ്റൊരു മോശക്കാരാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അവർ മത്സരിക്കട്ടെ, അവർ ജയിക്കണമെങ്കിൽ അവർ ജയിക്കട്ടെ, ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ ജയിക്കട്ടെ. പക്ഷെ ജനങ്ങൾ വിലയിരുത്തും. ഈ സംവിധാനങ്ങളെ കോർത്തിണക്കാൻ ആർക്കാണ് കൂടുതൽ സാധിക്കുക എന്ന് അവർ മനസ്സിലാക്കിയ ഉല്ലാസ് ബാബു ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അവർ തീരുമാനിക്കട്ടെ. ഇപ്പം എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. വലിയ ഭൂരിപക്ഷത്തിൽ വലിയൊരു വിജയം ആശംസിക്കുന്നു. ഓരോ വോട്ടിനാണെങ്കിലും ഓരോ വോട്ടിന് ജയിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും വളരെ കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സങ്കല്പങ്ങളുള്ള നല്ലൊരു ചർച്ച നമുക്കുണ്ടായി. എന്തായാലും താങ്ക് യു. നല്ല വിജയം ആശംസിക്കുന്നു. താങ്ക് യു.